ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ആസ്ഥാനമായ രാജ്ഭവനെ കേരള ഗവർണർ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത RSSകാരെ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമാണെന്നും ബിനോയ് വിശ്വം. സിപിഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച വി രാഘവൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ദേശീയ തലത്തിൽ BJPക്കെതിരായുള്ള വിശാല മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് കേരളത്തിൽ LDFനെ മുഖ്യ ശത്രുവായി കണ്ട് BJPയുമായി ചങ്ങാത്തത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നെഹ്റുവിനെയും ഗാന്ധിജിയെയും മറന്നുകഴിഞ്ഞു. രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെന്ന മോദിയുടെ അവകാശവാദം പച്ചക്കള്ളമാണ്. രാജ്യത്തെ സ്വദേശി സംരംഭങ്ങളെ വിദേശ കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വയ്ക്കുകയാണ് മോദി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആകാശവും ഭൂമിയും പാതാളവും വിദേശ കൊള്ളക്കാർക്ക് അടിയറ വയ്ക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യമില്ലാത്ത ഒരു കോട്ട മാത്രമായി മാറിയിരിക്കുന്നു. ഈ കോട്ടയിൽ പ്രതിപക്ഷാംഗങ്ങളോ ചർച്ചകളോ ജനാധിപത്യമോ വേണ്ടെന്നാണ് BJPയുടെ നിലപാട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരാ ഇപ്പോൾ ഉള്ളത്? പ്രതിപക്ഷത്തിൽ നിന്ന് 2-3 പേര് മാത്രം. ഇതെന്ത് പാർലമെന്റാണ്? പ്രതിപക്ഷത്തെ ഒഴിവാക്കുന്ന പാർലമെന്റ്, പ്രതിപക്ഷത്തെ ഭയപ്പെടുന്ന പാർലമെന്റ്, പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ്. ആ പാർലമെന്റ് അല്ല. ആ ജനാധിപത്യമല്ല. ഇതാണ് മോദി ഗവൺമെന്റിന്റെ സങ്കല്പമെന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നുണ്ട്. വലിയൊരു കോട്ട, സൗന്ദര്യബോധത്തിൽ ഒട്ടുമില്ലാത്ത, ധൂർത്തും ധാരാളത്തരവും ഇഷ്ടം പോലെയുള്ള അലങ്കാരങ്ങൾക്കും വർണ്ണപ്പൊലിമയ്ക്കും മാത്രം സ്ഥാനം കൊടുത്ത ഒരു പെരുങ്കോട്ടയാണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ്. ഒരു വലിയ 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവിടെ എല്ലാം ഉണ്ട്, ജനാധിപത്യമില്ല. അവിടെ എല്ലാം ഉണ്ട്, ചർച്ചയില്ല. അവിടെ എല്ലാം ഉണ്ട്, പരസ്പര ബന്ധങ്ങളില്ല. ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഈ പോക്കിനെ ചെറുക്കാൻ രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചണിനിരക്കേണ്ടതുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, CPI നേതാക്കളായ E ചന്ദ്രശേഖരൻ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.